രാമായണത്തിലെ രാവണന്റെ ശത്രു രാവണൻ. അവൻ കടലിന്ന് പല ആയിരം കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. ശ്രീകൃഷ്ണന്റെ ശത്രു കംസൻ, അമ്മാവൻ, സ്വന്തം അമ്മാവൻ. പാണ്ഡവരുടെ ശത്രു കൗരവர்கள், സഹോദരങ്ങൾ, രക്തബന്ധം. എൻ്റെ ശത്രു എൻ്റെ കൂടെ തന്നെയുള്ളത്. അവൻ കാരണം ഞാനിന്ന് മരിക്കാൻ പോകുന്നു. അവൻ കാരണം ഞാൻ എന്തിനാ മരിക്കാൻ പോകുന്നതെന്നായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി വരണമെങ്കിൽ എൻ്റെ ലൈഫിലെ A to Z വരെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എൻ്റെ ജീവിതം ഇതേ തിയേറ്ററിലാണ് ആരംഭിച്ചത്. ഹലോ ബ്രദർ റിലീസായ എന്നാണ് ഞാൻ ഈ ഭൂമിയിൽ റിലീസായത്. ജനിക്കാൻ പോകുന്ന ടെൻസാണെന്ന് എൻ്റെ അച്ഛൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ സോളോ എൻട്രി കാരണം എൻ്റെ അച്ഛൻ ഡിസപ്പോയിൻ്റായി. ഞാൻ വളരും തോറും എൻ്റെ അച്ഛനെ ഭയങ്കരമായി കൺഫ്യൂസ് ചെയ്തു. ഞാൻ സ്കൂളിൽ പോവില്ല. സ്കൂൾ അധ്യാപകന്റെ മകൻ സ്കൂളിലേക്ക് പോവില്ല. ശരിയെങ്കിൽ വാ, നമുക്ക് TV കാണാം. യോ, സ്കൂളിൽ പോവാൻ ടൈമായല്ലോ. കുറച്ചു നേരം മുമ്പ് വയറുവേദന എന്ന് പറഞ്ഞു. നെഞ്ചുവേദന വന്നാലും സ്കൂളിൽ പോവാതിരിക്കരുത്. ABCD എഴുതുന്ന പ്രായത്തിൽ എന്റെ മോനെ A+B ഹോൾ എഴുതുന്നത് എന്റെ ചക്കര കുട്ടി. Really? Tell me A for അലക്സ്. B for ബാലയ്യ. C for ചിരഞ്ജീവി. Shut up. Dismissed. നിങ്ങളെ ജോലിന്ന് പിരിച്ചുവിടാണ്. ആ ബാബയുടെ അനുഗ്രഹത്തിലാ ജോലി കിട്ടിയത്. നീ കാരണം അതും പോയി. കഴിക്ക്. പരിപ്പ് ചോറ് വേണ്ട, എനിക്ക് ചിക്കൻ മതി. ആദ്യം ചിക്കൻ കഴിക്കാൻ കൊടുക്ക്. കോഴിയെ കൊന്നതാണോ? പാവല്ലേ അമ്മേ. ചിക്കൻ വേണ്ട, പരിപ്പ് ചോറ് തന്നെ മതി. എന്തായി ഡോക്ടർ? അത് പിന്നെ സാറേ, നിങ്ങളുടെ മോൻ 2 ബ്രെയിനോടെയാണ് ജനിച്ചിരിക്കുന്നത്. 2 ബ്രെയിൻസോ? അങ്ങനെ ആരെങ്കിലും ജനിക്കുമോ ഡോക്ടർ? ഇവിടെ ജനിച്ചല്ലോ പെങ്ങളെ. ഇവൻ മാത്രമല്ല, ഈ ലോകത്തിൽ ഇതുപോലെ ഒരുപാട് പേര് ജനിച്ചിട്ടുണ്ട്. ജപ്പാനിൽ ഒരുത്തനുണ്ട്, പേര് അക്കിറ കുസായോ. ഹി വാസ് ബോൺ വിത്ത് 2 ബ്രെയിൻ. ജഗർത്താലിൽ ഒരു പെണ്ണുണ്ട്, പേര് ജിൻഹാൻ ഹെത്ര. 2 ബ്രെയിനോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഈയിടെയായിട്ട് ഡൽഹിയിൽ ഒരുത്തൻ 2 ഹൃദയവുമായാണ് ജനിച്ചിരിക്കുന്നത്. ഹി ബോൺ വിത്ത് 2 ഹാർട്ട്സ്. ശരി, അപ്പൊ രണ്ടാമത്തെ ബ്രെയിൻ എടുത്താലോ ഡോക്ടർ? എന്റെ പെങ്ങളെ പറിച്ചെറിയാനത് പല്ലല്ല, ബ്രെയിനാണ്. 30 ലക്ഷം ആവും, കുഴപ്പമില്ലേ? എന്റെ പേരിലൊരു വീടുണ്ട് സാർ, അത് വിറ്റ ഒരു 3 ലക്ഷം കിട്ടും. ബാക്കി കാശ് നിങ്ങൾ... എന്റെ സാറേ, ഞാനൊരു കാര്യം ചെയ്യാം. ആകാശവാണിയിൽ ഒരു പരസ്യം കൊടുക്കാം. ദൂരദർശനില് ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് നമുക്ക് ഈ കാര്യം പറയിപ്പിക്കാം. ആരുടെയെങ്കിലും മനസ്സലിയാതിരിക്കില്ലല്ലോ. വേണ്ട ഡോക്ടർ, ഈ കാര്യം പുറലോകം അറിഞ്ഞ എന്റെ മോനെ മ്യൂസിയത്തിലെ ശില്പം പോലെ നോക്കും. ഒരു അച്ഛനായ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഡോക്ടർ. ഞാൻ നോക്കിക്കോളാം, വാടി. അതല്ല ഡോക്ടർ. എന്താ സാറേ? ഒരു ബ്രെയിനിൽ നിന്നും രണ്ടാമത്തെ ബ്രെയിനിലേക്ക് എപ്പോ മാറും? ഞാൻ സ്കൂളിലേക്ക് പോവും, പക്ഷേ പോവില്ല. ഈ ഗ്യാപ്പിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഡോക്ടർ, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു വലിയ പള്ളിയുണ്ട്. നിസ്കരിക്കുന്ന സമയത്തൊക്കെ വലിയ ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം കേട്ടാ ഇവ മാറും. അതെ ഡോക്ടർ, സ്കൂളിൽ ബെല്ലടിച്ചപ്പോ ആ ശബ്ദത്തിൽ മാറിപ്പോയതാവും. That's it. ഇപ്പോഴേ വലിയ ശബ്ദമൊക്കെ കേൾക്കുമ്പോ സാധാരണ മനുഷ്യർ നമ്മൾ തന്നെ ഇറിറ്റേറ്റ് ആവുന്നു, വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നു. ഒരു സെക്കൻഡ് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ അബ്നോർമൽ പേഴ്സണും. വലിയ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴേ അവന്റെ ബ്രെയിനിനകത്ത് വെച്ച് ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടായി. ഈ ബ്രെയിൻ ഓഫ് ആവുകയും ഈ ബ്രെയിൻ ഓൺ ആവുകയും ചെയ്യും. വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുമ്പോഴോ ആ ബ്രെയിൻ ഓഫ് ആവുകയും ഈ ബ്രെയിൻ ഓൺ ആവുകയും ചെയ്യും.
എന്തിനാ ഡാഡി നമ്മൾ ഇവിടെ വന്നേ? ഡോക്ടറെ, അവൻ മാറി. യെസ്, ഈ ബ്രെയിനിന്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഈ ബ്രെയിനിന് അറിയില്ല. അതുപോലെ ഈ ബ്രെയിനിന്റെ സ്റ്റോറേജും ഈ ബ്രെയിനിന് അറിയില്ല. എന്തിനാ ഡാഡി കമ്പൗണ്ടറുമായിട്ട് സംസാരിക്കുന്നേ? എന്താ പറഞ്ഞേ? കമ്പൗണ്ടറാന്നോ? ആ, ഞാൻ ഇറങ്ങാ ഡോക്ടർ. വാ മോനെ. അതെ സാറേ, ആ? മോന്റെ പേരെന്താന്നാ പറഞ്ഞേ? അഭിരാം. നോ, അഭി രാം. പുറം ലോകത്തിന് മോന്റെ 2 ബ്രെയിനിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഇവനോട് തീർച്ചയായിട്ടും 2 ബ്രെയിനുള്ള കാര്യം കമ്പൽസറി ആയിട്ട് പറയണം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതുപോലെ എന്തു തന്നെയാണെങ്കിലും 2 ബ്രെയിനിലും ആഴത്തിൽ പതിയുന്നത് പോലെ പറയണം. ഡാഡി എന്റെ മാഷ് എന്നെ നോക്കി ബുദ്ധിയില്ലെന്ന് പറയുന്നു. നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? നിനക്ക് 2 ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ നിന്റെ പേര് 2 ആക്കി പിരിച്ച് അഭി രാം എന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നീ അഭിയാണ്. അബി, മോനെ, നിനക്ക് 2 ബ്രെയിൻസാ. അറിയാം ഡാഡി, ഹോസ്പിറ്റലിൽ വെച്ച ഡോക്ടർ പറഞ്ഞല്ലോ. ആ എന്റെ അമ്മോ, ഐൻസ്റ്റീന്റെ അറിവ്. അതെ, എന്റെ പേര് രാം എന്നാ തോന്നുന്നേ. ആ രാം ഫിക്സ്ഡ്. സിറ്റി സൗണ്ട് പൊല്യൂഷനിൽ നിന്ന് ദൂരത്ത്, നിശബ്ദതയ്ക്ക് വളരെ അടുത്ത്, സിറ്റിയുടെ അടുത്തുള്ള ഞങ്ങളുടെ സൗണ്ട് പ്രൂഫ് വീട്. ഒട്ടും ഒച്ച വരാത്ത മണി ഉപയോഗിച്ച് പൂജ ചെയ്യുന്ന എൻ്റെ അമ്മ. ഹ, ഒട്ടും സൗണ്ട് ഇല്ലാതെ യേശുദാസിന്റെ സോങ്ങും കേട്ട് എൻജോയ് ചെയ്യുന്ന എൻ്റെ അച്ഛൻ. സൗണ്ട് ഇല്ലാത്ത കോളിംഗ് ബെൽ. അല്ല രാമല്ല, ഇവിടെ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം ഇത്. ഓരോ വീട്ടിലും ഇങ്ങനെ ഒരാൾ ഉണ്ടാവണമെന്നേ. എന്തോന്നാടാ മോനെ വളർത്തി വെച്ചിരിക്കുന്നത്? ഇതുപോലെ ഒരു ചെറുക്കൻ ഒരു വീട്ടിലും ഉണ്ടാവരുത്. എന്റെ അനിയത്തിക്കും ഇവന്റെ അനിയത്തിക്കും ഒരുമിച്ച് കല്യാണം കഴിച്ചിരിക്കുന്നു. പെണ്ണിനെയും പെണ്ണിനെ എങ്ങനെയാ കല്യാണം കഴിപ്പിച്ചുവിടുന്നത്? എടി പ്രഭേ, രാം എഴുന്നേറ്റോ അഭി എഴുന്നേറ്റോ? റൂമിലേന്ന് പുകയാ വരുന്നത്. ആ പുക ചന്ദനത്തിരിയുടേതാണെങ്കിൽ രാം എഴുന്നേറ്റെന്നർത്ഥം. സിഗരറ്റ് പുകയാണെങ്കിൽ അഭി എഴുന്നേറ്റെന്നർത്ഥം.